الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن هذا القرآن يهدي للتي هي أقوم، ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അനുഗ്രഹീതമായ രാവുകളും പകലുകളും അതിവേഗം നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകാവസാനത്തിൻ്റെ അടയാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകമാണ്, കാലം അടുത്തു വരും. വളരെ പെട്ടെന്ന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരുമെന്ന് പ്രവാചക തിരുമേനി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഒന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിവേഗത്തിലാണ് റമദാനിലെ ഓരോ ദിവസങ്ങളും നമ്മളിൽ നിന്ന് യാത്രയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റമദാനിനെ ധന്യമാക്കാൻ, ലഭിക്കുന്ന സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും സജീവമായ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ മാസത്തെ മറ്റു മാസങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം അത് വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് എന്നുള്ളതാണ്. മറ്റു മാസങ്ങൾക്കൊന്നുമില്ലാത്ത ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മാസം, അത് റമദാനാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അതിനെക്കുറിച്ച് പറഞ്ഞത് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്.
റമദാനിലെ തന്നെ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവസാനത്തെ 10 ഒറ്റവിട്ട രാവുകളിൽ ഏതോ ഒരു ദിവസം, നമുക്കറിയാത്ത, ക്ലിപ്തപ്പെടുത്തിയിട്ടില്ലാത്ത, ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു ദിവസം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം അത് അറിയാമായിരുന്നു. ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് പ്രവാചകൻ തിരുമേനിക്ക് അറിയാമായിരുന്നു. അത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോഴാണ് രണ്ടാളുകൾ തമ്മിൽ ശണ്ട കൂടുന്നത്, അടി കൂടുന്നത്, ശബ്ദമുണ്ടാക്കുന്നത് പ്രവാചക തിരുമേനി കണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ ആ പ്രശ്നത്തിൽ ഇടപെട്ടു. അവരുടെ പ്രശ്നം, അവരുടെ വഴക്കൊക്കെ തീർത്തു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ വേണ്ടി വന്ന ഈ ലൈലത്തുൽ ഖദർ അത് മറന്നുപോയി, അല്ലെങ്കിൽ മറപ്പിക്കപ്പെട്ടു. അതിൻ്റെ പിന്നിൽ ഹിക്മത്തുകളുണ്ട്, അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. എന്തായാലും ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് നമുക്കറിയുകയില്ല. പക്ഷേ ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി റബ്ബ് തെരഞ്ഞെടുത്ത ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാമുമായി പലതവണ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. പലതവണ പ്രവാചകൻ തിരുമേനി ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് റമദാനിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹീന യൽഖാഹു ജിബ്രീൽ വകാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ ഫയുദാരിസുൽ ഖുർആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ ഓരോ രാത്രിയിലും, റമദാനിലെ ഓരോ രാത്രിയിലും പ്രവാചകൻ കണ്ടുമുട്ടി. എന്തിനാണ്? വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു എന്നാണ്. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ഖുർആൻ ഓതി കൊടുത്തു. ഖുർആനിൽ അന്ന് അവതീർണമായ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുമായിരുന്നു. ചില റിവായത്തുകളിൽ പരസ്പരം ഓതി കേൾപ്പിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണത്. അപ്പൊ നോക്കൂ നിങ്ങൾ, റമദാനിലാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. റമദാനിലെ എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ, നബിയിൽ നിന്ന് ഖുർആൻ ഓതി കേട്ടു, അല്ലെങ്കിൽ നബി ഓതുന്ന അദ്ദേഹം കേട്ടു, അദ്ദേഹം നബിക്ക് ഓതി കൊടുത്തു. ഇതും റമദാനിൽ സംഭവിച്ച കാര്യമാണ്. അപ്പൊ റമദാനും ഖുർആനും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട് എന്നുള്ളത് വിശദീകരിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ വിശുദ്ധ ഖുർആനുമായി നമുക്കുള്ള ബന്ധം എന്താണ്? സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെയുള്ള ബന്ധം എന്താണ് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് കേവലം പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥമായി കൊണ്ടാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് പാരായണം ചെയ്യാനുള്ളൊരു ഗ്രന്ഥം, പാരായണം ചെയ്യാനുള്ള ഗ്രന്ഥമാണോ? ആണ്, സംശയമൊന്നുമില്ല. പക്ഷെ അത് കേവലം പാരായണം ചെയ്യപ്പെടാനുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ അതിൽ അപകടങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടൊരു വിശ്വാസി 4 തരത്തിലുള്ള ബന്ധം ഖുർആനുമായി ഒരാൾക്ക് ഉണ്ടാവണം. 4 തരത്തിലുള്ള ബന്ധം. ഞാൻ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കണം, അതോടൊപ്പം നിങ്ങളും ആലോചിക്കണം, എന്താണ് വിശുദ്ധ ഖുർആനുമായി ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഈ 4 തലങ്ങളിലെ ബന്ധങ്ങളിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് പ്രത്യേകമായി കൊണ്ട് നമ്മൾ പരിശോധിക്കണം. ഒന്നാമത്തത്, ഖുർആൻ ദൈവീകമാണ്, അതിൽ ഒരു അബദ്ധവുമില്ല എന്നൊരു മുസ്ലിമായ മനുഷ്യൻ പൂർണ്ണമായി വിശ്വസിക്കണം. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ ആ കൂട്ടത്തിലാണല്ലോ, ഞാൻ ആ വിഭാഗത്തിൽപ്പെടുന്നയാളാണല്ലോ, ഖുർആൻ 100% ദൈവീകമാണ്, അതിലെനിക്ക് സംശയമില്ല എന്ന് നമ്മൾ പറയാം. ശരിയാണ്, നമുക്ക് ആ വിശ്വാസമുണ്ട്. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ വന്നു, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി കൊടുത്തൊക്കെ പഠിച്ചവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫസ്സിലത്തിലെ 42-ാമത്തെ ആയത്താണ്. ഇതിൽ ഒരു അവ്യക്തതയുമില്ല. ഇതിന്റെ പിന്നിലൂടെയോ അതിന്റെ ഏത് ഭാഗത്തിലൂടെയും ഖുർആനിൽ ഒരു അസത്യം കണ്ടെത്താൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഒരു അസത്യം ഖുർആനിൽ വന്നെത്തുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഈ ഖുർആന്റെ പ്രത്യേകത. കാരണം ഇത് യുക്തിമാനായ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ, കാരുണ്യവാനായ, കരുണാനിധിയായ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഈ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങിയതാണ്. അതാണ് ഖുർആനിനോടുള്ള നമ്മുടെ ഒന്നാമത്തെ ബാധ്യത. അതിലൊരു അബദ്ധം, ആ ഒരു ഖുർആനിൽ ഒരു അബദ്ധമില്ല. ആ ഖുർആൻ പൂർണ്ണമായും ദൈവീകമാണ്. ആ ഖുർആനിന് തുല്യമായ മറ്റൊന്ന് ലോകത്തൊരാൾക്കും, ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ശരി, ഏത് കാലഘട്ടമായാലും, ഇതിപ്പോ എയുടെ കാലഘട്ടമാണ് അല്ലേ,
മനുഷ്യൻ ചെയ്യുന്ന പല പ്രവൃത്തികളും വളരെ നൈമിഷികമായ നേരം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഖുർആനിന് തുല്യമായ ഖുർആനിലെ ഒരായത്തിന് തുല്യമായ ഒരായത്ത് കൊണ്ടുവരാൻ ലോകത്തൊരാൾക്ക് സാധ്യമല്ല. നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഉറക്കെ പറയാൻ പറ്റുന്നത്? ഈ വെല്ലുവിളി ഇന്നിപ്പോ ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാചകാണ്. ഈ ഖുർആനിന് തുല്യമായി ഒരായത്ത് പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഉച്ചസ്ഥരം പറയാൻ ഒരു മുസ്ലിമിന് കഴിയുന്നത് അത് അവന്റെ വിശ്വാസമാണ്. ഇത് അല്ലാഹ് ഇറക്കിയതാണ്, ഇത് അല്ലാഹ് പറഞ്ഞതാണ്. എത്രയെത്ര ആളുകൾ കഴിഞ്ഞുപോയി. ലോകത്ത് സ്വാധീനം ചെലുത്തിയ വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ടായിരുന്ന ഒരുപാട് മനുഷ്യന്മാർ കഴിഞ്ഞുപോയി. അവരൊന്നും വിചാരിച്ചിട്ട് ഖുർആനിൽ ഏതെങ്കിലും ഒരായത്തിന് തുല്യമായ ഒരായത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ഒരാൾക്കും പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദുൻ. നിശ്ചയമായും ഈ ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്, ഞാനാണ് ഈ ഖുർആൻ ഇറക്കിയത്, അല്ലാഹ് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ അല്ലാഹു സംരക്ഷിക്കും. ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, ആരൊക്കെ വിചാരിച്ചാൽ എന്ത് നടക്കൂല. ഈ ഖുർആനിന് സമാനമായ അല്ലെങ്കിൽ അതിന് തുല്യമായ, അതിലെ ഒരായത്തിന് പോലും തുല്യമായ ഒരായത്ത് കൊണ്ടുവരാൻ ലോകത്തൊരാൾക്ക് സാധിക്കൂല. അത് ഉറപ്പാണ്. ഇലാ യൗമിൽ ഖിയാമ മനുഷ്യന് അതിന് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യന് ഖുർആനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്താ? ഈ ഖുർആൻ 100% ദൈവീകമാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു അത് നമ്മളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്താ? ഇത് ദൈവീകമാണെങ്കിൽ, ഇത് 100% ദൈവീകമാണ് എന്ന് അംഗീകരിക്കുന്ന നമ്മൾ ആ ഖുർആനിനെ സ്വീകരിക്കുന്ന സ്ഥലത്ത് എവിടെയാണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഖുർആന്റെ പ്രത്യേകതയാണത്. വിശുദ്ധ ഖുർആൻ നേരായതിലേക്കാണ് വിശുദ്ധ ഖുർആൻ വഴി കാണിക്കുന്നത്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണ് ഖുർആൻ നല്ലതല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത്? ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇരുണ്ട യുഗമാണ്. ഒരു പ്രത്യേകമായ ശാസ്ത്രീയമായ വികസനങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും കണ്ടെത്തിയിട്ടില്ലാത്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. അന്ന് ഖുർആൻ പറഞ്ഞത് ഇന്നും അബദ്ധമില്ലാതെ, ഇന്നും ഒരു വാക്ക് പോലും മാറ്റേണ്ടതില്ലാതെ നിലനിൽക്കുകയാണ്. അന്ന് ഖുർആൻ പറഞ്ഞ നേര് ഇന്നും നേരാണ്. അന്ന് ഖുർആൻ പഠിപ്പിച്ച തിന്മ ഇന്നും തിന്മയാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ തിന്മകളുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏതൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകൾക്കെതിരെ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. അതേ തിന്മകൾ ഇന്നുണ്ട് മനുഷ്യന്മാരിൽ. ഖുർആൻ അന്ന് തിന്മ എന്ന് പറഞ്ഞ് ഇന്നൊരിക്കലും നന്മയാകുന്നില്ല. ഖുർആൻ അന്ന് നന്മ എന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് തിന്മയായി മാറുന്നു. അത് ഖുർആന്റെ പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണത്? തൻസീലു മിർ റബ്ബിൽ ആലമീൻ. ഇത് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവതീർണമായതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ തിന്മയാണ് എന്ന് പഠിപ്പിച്ചത് ലോകാവസാനം വരെ തിന്മയായിരിക്കും. അബദ്ധം സംഭവിക്കൂല, അബദ്ധം ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ പുസ്തകം എഴുതിയാൽ, ഇപ്പൊ പല ആളുകളും പുസ്തകങ്ങൾ എഴുതാറുണ്ട്, ഗ്രന്ഥങ്ങൾ രചിച്ച ആളുകളുണ്ട്. നമ്മളൊക്കെ ഗ്രന്ഥങ്ങൾ രചിക്കും, അതിൻ്റെ ആദ്യത്തെ വാചകത്തിൽ എഴുതെന്താ? ഈ പുസ്തകത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടെങ്കിൽ സൂചിപ്പിക്കണം, നിങ്ങൾ അറിയിക്കണം, നമ്മൾ തിരുത്താന്നാണ്. വിശുദ്ധ ഖുർആനിൽ എത്രമാത്രം പേജുകളുണ്ട്, എത്രമാത്രം ആയത്തുകളുണ്ട്. 6000 ചില്ലാനും ആയത്തുകളുണ്ട്, 114 സൂറത്തുകളുണ്ട്, 30 ജുസ്അകളുണ്ട്. അതിന്റെ ക്രമീകരണമാകട്ടെ, അതിന്റെ ഗ്രാമർ ആകട്ടെ, അതിന്റെ ശൈലിയാകട്ടെ, ഒന്നിനൊരു പ്രശ്നം ഒരാൾക്കും പറയാൻ കഴിയില്ല, ഒരാൾക്കും കണ്ടെത്താനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ വിശുദ്ധ ഖുർആൻ അത് ദൈവീകമാണ്, ഈ ഗ്രന്ഥം എന്നെ നേരിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് എന്ത് ചെയ്യണം? ഒരു വിശ്വാസി പൂർണ്ണമായി ഉൾക്കൊള്ളണം. അതാണ് ഖുർആനിനോടുള്ള നമ്മുടെ ഒന്നാമത്തെ കടമ. രണ്ടാമത്തെ കടമ എന്ന് പറഞ്ഞാൽ തദബ്ബുറാണ്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ അവതരിച്ചത് ഓതാൻ വേണ്ടി മാത്രമല്ല, ഖുർആൻ ഓതണം. പക്ഷെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു. നോക്കൂ നിങ്ങൾ, ഖുർആൻ പ്രയോഗമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് എന്തിനാന്ന് പറഞ്ഞു തരാണ്. നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി. അതിലെ ആയത്തുകൾ, അതിലെ വചനങ്ങൾ എന്ത് ചെയ്യാനാണ്? അതിൽ ഉത്ബുദ്ധരാകാൻ വേണ്ടിയാണ്, തദബ്ബുർ നടത്താൻ വേണ്ടിയാണ്. നമുക്ക് പറയാൻ പറ്റും ഞാൻ ഖുർആനിനെ തദബ്ബുർ നടത്തുന്ന ഒരാളാണെന്ന്. തദബ്ബുർ നടത്തുന്ന ഖുർആന്റെ ആശയങ്ങൾ പഠിക്കണം, ഇത് നമ്മുടെ കടമയാണ്. ഒന്നാമത്തെ വിഷയത്തിൽ ഒരു പക്ഷെ നമുക്കൊരു 100 മാർക്ക് പറയാൻ പറ്റുമെങ്കിൽ ഇവിടെ ഈ രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ മാർക്ക് ഇട്ടാൽ എത്ര മാർക്ക് പറയണ്ടാവും?
വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന് നമ്മൾ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? ഒരു കവി പറഞ്ഞു, ഒരു മനുഷ്യന്റെ മനസ്സിന് ബാധിച്ച രോഗങ്ങൾക്കുള്ള മരുന്ന് 5 എണ്ണമാണെന്നാ. ഒരു മനുഷ്യന്റെ മനസ്സിന് ബാധിച്ച എല്ലാ രോഗങ്ങളും പോക്കിക്കളയുന്ന, അതിനെ പിന്നെ നന്നാക്കുന്ന അതിനുള്ള മരുന്ന് 5 കാര്യം. അതിലൊന്നും തരാം, ഫതിലാവത്തുൻ, വിശുദ്ധ ഖുർആന്റെ പാരായണമാണ്. എങ്ങനെ? ബിതദബ്ബുരിൽ മഅന, ഖുർആനിന്റെ ആശയം പഠിച്ച് ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം. അപ്പൊ നമ്മുടെ മനസ്സിന്റെ രോഗം മാറും, നമ്മുടെ മനസ്സിന് ബാധിച്ച അസുഖങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്താ വേണ്ടത്? തദബ്ബുർ നടത്തണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖുർആനു മഅദൂബത്തുല്ലാഹ്, അൽ ഖുർആനു മഅദൂബത്തുല്ലാഹ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ ആകാശത്ത് ഉപരിലോകത്ത് നിന്ന് മനുഷ്യരിലേക്ക് ഇറക്കിയ ഒരു സദ്യയാണെന്നാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഭംഗിയുള്ള പ്രയോഗമാണ്. മനുഷ്യന് വേണ്ടി റബ്ബ് അവതരിപ്പിച്ച ഒരു സദ്യയാണ് ഖുർആൻ. നോക്കൂ, നിങ്ങൾ വിശന്ന് നിൽക്കുന്ന ഒരു സമയത്ത് വിഭവ സമൃദ്ധമായ ഒരു സദ്യ ലഭിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സമീപനം ആ സദ്യയോട്? നമ്മളത് ആസ്വദിച്ച് കഴിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫതഅല്ലമു മിൻ മഅദൂബതിഹി മസ്തതഅതും. അതുകൊണ്ട് ഖുർആനാകുന്ന സദ്യ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര, ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന അത്ര നിങ്ങൾ കഴിക്കണം എന്നാണ്. അഥവാ ഖുർആൻ നമ്മൾ ആസ്വദിച്ച് പഠിക്കണം. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ആസ്വദിച്ച് പഠിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിങ്ങനെയാണ് മുൻഗാമികളായ ആളുകൾ വിശുദ്ധ ഖുർആനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനോടുള്ള നമ്മുടെ രണ്ടാമത്തെ കടമ എന്താ? അത് തദബ്ബുർ ചെയ്യാണ്. അതിന്റെ ആശയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക എന്നുള്ളത്. മഹാനായ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നസലൽ ഖുർആനു ലിയുദബ്ബറ വയുഅമല ബിഹി ഫത്തഖദു തിലാവതഹു അമല. ഖുർആൻ അവതരിച്ചത് എന്തിനാ? അദ്ദേഹം പറയുന്നത്, ഇന്ന് യഥാർത്ഥത്തിൽ ഖുർആന്റെ പാരായണം മാത്രം നടക്കുന്നത്, അതിന്റെ തദബ്ബുർ നടക്കുന്നില്ല. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചെന്തിനാ? അതിന്റെ ആശയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ജനങ്ങൾക്ക് എന്ത് ചെയ്യുക? മാറ്റം വരിക, പരിവർത്തനം ഉണ്ടാകുക. ജനങ്ങൾ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുക എങ്ങനെയാ? ഖുർആൻ എന്താ പറഞ്ഞത് മനസ്സിലാകുമ്പോഴാണ്. വിശുദ്ധ ഖുർആനില് സംഗീതം ആസ്വദിക്കാൻ പാടില്ല എന്ന ആയത്തുണ്ട്. ഒരു ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതം പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ആശയമുള്ള ആയത്തുണ്ട്. അതിന്റെ തഫ്സീറുകളിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ച വാചകമാണത്, ലഹുൽ ഹദീദ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് നോക്കൂ, നിങ്ങൾ ആ ഖുർആനിന്റെ ആയത്തിനെ മുന്നിൽ വെച്ച് അതിനെ തദബ്ബുർ ചെയ്ത് അതിന്റെ ആശയം മനസ്സിലാക്കി സംഗീതത്തോട് വിട പറയാൻ, സംഗീതം ഒഴിവാക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തദബ്ബുർ നടത്തുക? പലിശ വാങ്ങാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞു. പലിശ വാങ്ങാൻ പാടില്ല, പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല. ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. ഈ ആയത്തുകൾ ഓതിപ്പോയ നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ ബാങ്കിലേക്ക് ഓടുന്നവരാണ് എങ്കിൽ, നമ്മുടെ വീട് ലോണ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയതാണ് എങ്കിൽ, നമ്മുടെ വാഹനം ലോണ് കൊണ്ട് ഉള്ളതാണ് എങ്കിൽ, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ, എങ്ങനെയാണ് നമ്മൾ ഖുർആനിനെ തദബ്ബുർ ചെയ്തവരാണെന്ന് പറയാൻ പറ്റുക? ഖുർആനെ തദബ്ബുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആശയങ്ങൾ നമ്മൾ, അതിനാണ് ഖുർആൻ. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്താനുള്ളതാണ് ഖുർആൻ എന്ന് എന്ത് ചെയ്യണം? പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ വായിക്കുന്നുണ്ട്. ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെട്ട കൊള്ളക്കാരനാണ്. അയാളുള്ളൊരു വഴിക്ക് ഒരു യാത്രാ സംഘം പോയാൽ, ഒരു കച്ചവട സംഘം പോയാൽ, ആ കച്ചവട സംഘത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെടും. അത്രയും വിദഗ്ധനായിരുന്ന കൊള്ളക്കാരനാണ് ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ ഒരു കൊള്ള നടത്താൻ വേണ്ടി ഒരു മതിൽ ചാടിക്കടക്കുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് അദ്ദേഹം ഒരു ആയത്ത് കേൾക്കുന്നത്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്ത് ആ മനുഷ്യൻ കേൾക്കുന്നത് മതിൽ ചാടുന്നതിന്റെ ഇടയിലാണ്. അയാൾ അവിടെ നിന്നു, ആ ആയത്തിന്റെ മുന്നിൽ അവിടെ നിന്നു. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ ഹൃദയങ്ങൾ അലിഞ്ഞു പോകാൻ സമയമായില്ലേ എന്ന ആ വചനം കേട്ട് ഫുദൈൽ ഇബ്നു അയ്യാദ് അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പരിവർത്തനം സംഭവിച്ചു. ആ ആയത്ത് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു. സഹോദരങ്ങളെ, ഒരു 100-100 ഖുത്ബകൾ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്തവാക്യങ്ങൾ, സുന്ദരമായ പ്രയോഗങ്ങളുടെ ഉടമയായി കാലഘട്ടത്തിൽ ആര് മാറിയിട്ടുണ്ട്? മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി മാറിയിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം രോഗിയായി. അദ്ദേഹം ആളുകളൊക്കെ അദ്ദേഹത്തെ രോഗം വന്നപ്പോൾ സന്ദർശിച്ചു. രോഗിയാണല്ലോ അദ്ദേഹം. രോഗിയായപ്പോൾ അദ്ദേഹത്തെ സന്ദർശിച്ചു, പ്രാർത്ഥിച്ചു, അവരൊക്കെ മടങ്ങി പോന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് രോഗം വന്നത് അതാർക്കും അറിയില്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിന് രോഗം വന്നതെന്നറിയോ?
ആ ചരിത്രം ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്, രാത്രി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ സമീപത്തു കൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നത് കണ്ടുന്ന. ആ നിസ്കരിക്കുന്ന സമയത്ത് അയാൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിലെ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്ന് പറയുന്ന നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് ഉറപ്പായിട്ടും സംഭവിക്കുന്നതാണ് എന്ന ആയത്ത് ആ മനുഷ്യൻ ഇങ്ങനെ ആവർത്തിച്ച് ഓതി നിസ്കരിക്കുകയാണ്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? രോഗിയായി മാറിയെന്ന ആ ആയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരായത്തിന്റെ മുമ്പിൽ ഒന്ന് കണ്ണ് നനക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയിട്ട് ഒന്ന് മനസ്സിൽ തട്ടി കരയാൻ. ഞാനതൊരു പ്രസംഗത്തിന്റെ ഒരു ഖുത്ബയുടെ സൗന്ദര്യത്തിന് വേണ്ടി പറയുന്ന വാചകമല്ല. വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്താണ് നമ്മളെ സ്വാധീനിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ച ഒരു മാസത്തിൽ ഖുർആനും തുറന്നു വെച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കുന്ന ഞാനും നിങ്ങളും ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഖുർആനിലെ ഏത് ആയത്താണ് നമ്മളെ സ്വാധീനിച്ചത്? വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്താണ് നമുക്ക് മാറ്റം ഉണ്ടാക്കുന്നത്? ഏത് ആയത്താണ് തിന്മകളിൽ നിന്ന് നമ്മളെ തടയുന്നത്? ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഏതൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളോടൊക്കെ നോ പറഞ്ഞ, അരുതെന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. പലിശയാകട്ടെ, വ്യഭിചാരമാകട്ടെ, കണ്ണിന്റെ കട്ടുനോട്ടമാകട്ടെ, ഏതാകട്ടെ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് ഉറ്റുനോക്കുന്ന സ്ഥലത്താണ് എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. നിന്റെ റബ്ബ് ഉറ്റുനോക്കുന്ന സ്ഥലത്താണ്, എത്തി നോക്കുന്ന, അരുതാത്ത കാഴ്ചകളുടെ പിറകെ പോകുന്ന എത്രയോ മനുഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ വിരലുകൾ കൊണ്ട് സ്ക്രോൾ ചെയ്യുന്നതിന്റെ ഇടയിൽ കാണുന്ന കാഴ്ചകൾ, അതിൽ നല്ലതുണ്ട്, അരുതാത്തതുണ്ട്. അവിടെ അരുതാത്ത കാഴ്ചകൾ വരുമ്പോൾ എൻ്റെ റബ്ബ് ഇത് കാണും, എൻ്റെ റബ്ബ് പാടില്ല എന്ന് പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ നാം ഖുർആനിനെ തദബ്ബുർ ചെയ്തവരാണ്, നമ്മൾ ഖുർആനെ സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് ഖുർആനിനോടുള്ള രണ്ടാമത്തെ കടമ എന്ന് പറയുന്നത് തദബ്ബുറാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ പള്ളിയിൽ, ഈ പള്ളി ആരംഭിച്ച കാലഘട്ടം മുതൽ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ട്. ഖുർആന്റെ ക്ലാസ് ഇവിടെ നടക്കുന്നു, സ്ത്രീകൾക്ക് നടക്കുന്നുണ്ട്, പുരുഷന്മാർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ അതിലുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. ഒരാഴ്ചയിൽ കുറച്ച് സമയം പോലും ഖുർആൻ പഠിക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അത് തദബ്ബുർ ചെയ്യാൻ മാറ്റിവെക്കുന്നില്ല എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുക? അള്ളാഹ് ഇതൊക്കെ നമ്മളോട് ചോദിക്കൂലേ? ഞാനല്ലേ നിനക്ക് സമ്പത്ത് നൽകിയത്, ഞാനല്ലേ വീട് നൽകിയത്, ഞാനല്ലേ ആരോഗ്യം നൽകിയത്? ഇതൊക്കെ അള്ളാഹു നമ്മളോട് ചോദിക്കുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് മറുപടി പറയാൻ, ആ മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ആയുസ്സിന് എന്ത് ചെയ്യണം? ഖുർആനുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനുമായി മൂന്നാമത്തെ ഒരു ബാധ്യത എന്ന് പറയുന്നത് ഇത്തിബാഅ്, ഖുർആനെ പിന്തുടരാനുള്ളതാണ്. ഖുർആൻ പിന്തുടരാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ചോദിച്ചു വന്ന സ്വഹാബികളോട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ കൊടുക്കുന്ന മറുപടി, അമാ തഖറഊനൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? അവരുടെ ചോദ്യം എന്താ? നബിന്റെ സ്വഭാവം എന്താ, എങ്ങനെ നബി പെരുമാറുന്നത്? അപ്പൊ ആയിഷ ഉമ്മ തിരിച്ചു ചോദിച്ചു, അമാ തഖറഊനൽ ഖുർആൻ, അമാ തഖറഊൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുന്നില്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ അവർ പറഞ്ഞു, അതെ ഞങ്ങൾ ഓതുന്നുണ്ട്. അപ്പൊ ആയിഷ ഉമ്മ പറഞ്ഞു, പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് ഖുർആനിലുണ്ട്, കാന ഖുൽഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം എന്താ? അത് ഖുർആനാണ്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ സ്വഭാവം ഖുർആൻ ആകണമെങ്കിൽ അവൻ ഖുർആനെ ഇത്തിബാഅ് ചെയ്യുന്നവനാകണം, ഖുർആനെ പിന്തുടരുന്നവനാകണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവനാകണം. വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചത് എന്തെന്നറിയോ? അത് പിന്തുടരാൻ വേണ്ടിയാണ്, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഖുർആനിലെ കൽപ്പനകളൊക്കെ നമുക്കുള്ളതാണ്, നമുക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ മാറി നിൽക്കാനുള്ളത്. നോക്കൂ നിങ്ങൾ, ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടുപേർ ഒരു സീറ്റിൽ ഇരിക്കുകയാണ് എങ്കിൽ മൂന്നാമതൊരു മനുഷ്യൻ വന്നാൽ അവനൊന്ന് നീങ്ങിയിരുന്ന് അവന് കൂടെ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന നന്മ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. എത്ര നിസ്സാരമായ കാര്യമാണ്. ഒരാൾക്ക് ഒന്ന് സീറ്റ് നമ്മുടെ മജ്ലിസ്, നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഒന്ന് നമ്മളൊന്ന് പ്രയാസപ്പെട്ടിരുന്നാലും മൂന്നാമതൊരാൾക്ക് കൂടെ സൗകര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം. എത്രമാത്രം ജീവിതത്തിൽ ഇത് പകർത്താനുണ്ട്, എത്രമാത്രം അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനോടുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത് ഖുർആൻ അതെന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. സ്വഹാബികളുടെ ചരിത്രം വായിക്കുമ്പോൾ സ്വഹാബികൾ അവര് 10 ആയത്ത് കേട്ടാൽ ആ 10 ആയത്തിൽ പറയുന്നത് എന്താണ് എന്ന് ആദ്യം അവർ പ്രാവർത്തികാക്കും, എന്നിട്ട് അടുത്തത് പഠിക്കുക. ഒരു 10 ആയത്ത് കേട്ടാൽ അത് ആദ്യം അവർ പ്രാവർത്തികാക്കും. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരു കാര്യം ഖുർആനിനെ മുന്നിൽ വെച്ചൊരു കാര്യം പഠിച്ചിട്ടും ജീവിതത്തിൽ പ്രാവർത്തികാക്കിയിട്ട് എത്ര കാലായി? ഞാൻ ആരെയും വിമർശിക്കാനോ കുറ്റം പറയാനോ പറയുന്ന വാചകമല്ല. സത്യസന്ധമായി നമ്മുടെ മനസ്സിനോട് ചോദിച്ചു, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ നമ്മുടെ കൊച്ചുനാളിൽ പഠിച്ച ആ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മൾ.
അല്ലെ? ഖുത്ബകളിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് നമ്മുടെ മനസ്സിന്ന് പോകും. എല്ലാവരും അങ്ങനെയാണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗൗരവമായ ആലോചന വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ഉണ്ടാകണം. മഹാനായ ഉമർ ബിൻ ഖത്താബ്, ഇബ്നു ഉമർ തന്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, 8 വർഷം എടുത്തിട്ടാണ് അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ അദ്ദേഹം പഠിക്കുന്നത്. 8 വർഷം എടുത്തിട്ടാണ്. 8 വർഷം കൊണ്ട് സൂറത്തുൽ ബഖറ പഠിക്കാൻ. എന്തിനാ? ബഖറ ഓതാൻ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ നമുക്ക് സൂറത്തുൽ ബഖറ ഓതി തീർക്കാൻ പറ്റും അല്ലെ? ഒരു ദിവസം 5 ജുസും 6 ജുസും അല്ല ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുന്ന ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്ക് അതിനുള്ള അർഹമായ പ്രതിഫലം കൊടുക്കുമാർക്കട്ടെ. എത്രയോ മനുഷ്യന്മാരുണ്ട് വിശുദ്ധ ഖുർആൻ ഒറ്റ ദിവസം കൊണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിക്കുമ്പോൾ വിശുദ്ധ റമദാനിൽ മാത്രം 60 തവണ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു എന്നാണ്. 60 തവണ. നമ്മൾ ഒരു തവണ തീർക്കാൻ മത്സരിക്കാൻ പെടും. അവിടേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 8 വർഷം എടുത്താണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ പഠിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും ചിന്തിച്ചും സാവകാശത്തിലും പാരായണം ചെയ്യുന്നതാണ് ഖുർആൻ വേഗതയിൽ ഓതി തീർക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാൻ പറ്റും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മഹാദി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആൻ ജീവിതത്തിൽ പകർത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഖുർആനെ പിൻപറ്റുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിന്റെ ഹലാലുകളെ അതിന്റെ ഹറാമുകളെ അത് മനസ്സിലാക്കുക. ഹറാമുകളെ ഹറാമായി കാണുക, ഹലാലുകളെ ഹലാലായി കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിലെ ഉപദേശങ്ങൾ സ്വീകരിക്കുക, അതിൽ നിന്ന് വെടിയേണ്ട കാര്യങ്ങൾ വെടിയുക. അതാണ് ഖുർആനെ ഇത്തിബാ ചെയ്യുക എന്നാൽ അർത്ഥമാക്കുന്നത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. 4ാമത്തെ കാര്യം വിശുദ്ധ ഖുർആന്റെ പാരായണമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഇപ്പോഴും വിശുദ്ധ ഖുർആന്റെ പാരായണം എവിടെ എത്തി എന്നൊരു ചോദ്യം. നോമ്പ് തുടങ്ങിയതിന് ശേഷം ഒന്ന് കൃത്യമായി പാരായണം ചെയ്യാൻ പറ്റുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഈ പള്ളിയിലിരിക്കുന്ന ഓരോരുത്തരും ഞാൻ എന്നെ മാറ്റി വെച്ചല്ല സംസാരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഇവിടെ എത്തി നമ്മുടെ ഖുർആന്റെ പാരായണം. ഒരു ദിവസം ഒരു ജുസ് പോലും ഓതാൻ പറ്റാത്തവരാണ് നമ്മളെങ്കിൽ ഇത്രമാത്രം തിരക്കൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടായത്? നമ്മുടെ റബ്ബിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരു ജുസ് റമദാനിൽ പോലും ഓതാൻ പറ്റുന്നില്ല എങ്കിൽ എത്ര ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രദ്ധ കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എണ്ണി പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ഖുർആനുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധമാണ്. ആ ബന്ധങ്ങൾ നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ അൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എല്ലാവർക്കും പരിചയമുള്ള, എല്ലാവരും കേട്ട ഒരായത്താണ് ഈ ആയത്ത്. ഈ ആയത്ത് നാളെ പരലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്നാണ്. വഖാല റസൂൽ യാ റബ്ബ്. അള്ളാഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ ജനത ഈ ഖുർആനിനെ വെടിഞ്ഞ ആളുകളാണ്, ഇതിനെ തള്ളിക്കളഞ്ഞ ആളുകളാണ്, അതിനെ ഒഴിവാക്കിയ ആളുകളാണ്. ആരാ ഈ വാചകം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ ആയത്ത് 2ാമത്തെ ഖുതുബയിൽ പറയാനുള്ളൊരു കാരണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരു ഈമാനുള്ള മനുഷ്യൻ, അവൻ്റെ ഹൃദയം, അവൻ്റെ കണ്ണുകൾ നിറയുന്നൊരു രംഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയിറക്കുന്ന രംഗം. അല്ലാഹുവിന്റെ റസൂല് ബലിയിറക്കുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ഇതെൻ്റെ കുടുംബത്തിനുള്ള ബലിയാണ്. നബിയുടെ കുടുംബത്തിന് വേണ്ടി ബലിയറുത്തു. 70ഓളം മൃഗങ്ങളെ നബി തൻ്റെ കൈകൊണ്ട് അറുത്തുന്നുണ്ട് ഹദീസിൽ. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ ബലിയറുക്കാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി ഇതാ ഞാൻ ബലിയറുക്കുന്നു. അപ്പോൾ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനുള്ള സ്നേഹം ആലോചിച്ച് നോക്കൂ. ഈ പ്രവാചകന്റെ ഉമ്മത്തിൽ ബലിയറുക്കാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടെങ്കിൽ അവന് കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചയാളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം ഈ ഉമ്മത്തിനെ സ്നേഹിച്ചയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഒരു ഉദാഹരണം പറഞ്ഞു. ആളുകൾ ഇങ്ങനെ ഈ തീ കത്തിച്ചാൽ ആ തീയിലേക്ക് ഈയാം പാറ്റകൾ
പാറ്റകൾ ഇങ്ങനെ പോകുന്നൊരവസ്ഥ, അതിനെ വിശദീകരിച്ച് നബി പറയാം. അങ്ങനെയാണ് മനുഷ്യന്മാർ നരകത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാൻ അവരോട് പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്ന ആളാണ്. ആ പ്രവാചകന് നമ്മളോടുള്ള സ്നേഹം എത്രയാണ്, ആ പ്രവാചകന് നമ്മളോടുള്ള സ്നേഹം എത്രയാണ്, ഇഷ്ടം എത്രയാണ്. ആ നബി പറയാണ് അള്ളാഹുവിനോട്, അള്ളാഹുവേ, എൻ്റെ കൗമിൽ ചില ആൾക്കാർ അവർ ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞ ആൾക്കാരാണെന്ന്. എന്തുകൊണ്ടായിരിക്കും നബി അത് പറയുന്നത്? അള്ളാന്റെ റസൂല് തൻ്റെ 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ വളരെ വളരെ പ്രയാസപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് നമ്മളെ ഏൽപ്പിച്ചു പോയതാണ് ഈ ഖുർആൻ. ആ ഖുർആനിനെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല. മഹജൂർ എന്ന പ്രയോഗം, മഹജൂർ എന്ന് പറഞ്ഞാൽ ഹജറ എന്ന അറബി പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മഹജൂർ എന്ന പദം ഉണ്ടാകുന്നത്. ഉപേക്ഷിക്കുക, വെടിഞ്ഞു നിൽക്കുക, ബന്ധം വിച്ഛേദിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഖുർആനുമായി കൊണ്ട് ബന്ധം വിച്ഛേദിച്ചു എന്ന നബി പറഞ്ഞത്. എൻ്റെ സമൂഹത്തിലെ ചില ആൾക്കാർ ഖുർആനുമായി കൊണ്ട് ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. ഇനി മനസ്സ് തട്ടി പറയുന്നത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് ആയത്തോതി പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ? ഞാൻ ഖുർആനുമായി ബന്ധം വിച്ഛേദിച്ചവനല്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് സ്വന്തത്തോട് നമ്മൾ ഗൗരവത്തിൽ ചോദിക്കണം. കഴിഞ്ഞ റമദാനിൽ ഖുർആൻ ഓതിയ മനുഷ്യന്മാരാ പല ആൾക്കാരും. പിന്നെ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്ത് ഓതുണ്ടാവും, രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ചെല്ലുന്നുണ്ടാകും. അതല്ലാതെ ഒന്ന് ഖുർആൻ തുറന്നു വെക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത വിശ്വാസികൾ ഉണ്ട് എന്നുള്ളത് അതിശയോക്തിയൊന്നല്ല, അത് അത്ഭുതമുള്ള കാര്യമൊന്നല്ല. അതൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു വാചകമുണ്ട്. നബി പറഞ്ഞു, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖരിബ്ന. എന്താ പ്രയോഗം എന്നറിയാം? ഹദീസിലെ പ്രയോഗം, തന്റെ ഹൃദയത്തിൽ നിന്ന് ഖുർആനിൽ നിന്ന് അല്പം പോലും ഇല്ലാത്തവൻ വിജനമായ തകർന്നടിഞ്ഞ വീട് പോലെയാണ്. നഊദുബില്ല. എന്താണ് ആ ഹദീസിന്റെ ഗൗരവം? ഖുർആനിൽ ഒന്നും ഹൃദയത്തിലില്ലാത്തവന് ഒരു തകർന്നു പോയ വിജനതയിൽ തകർന്നു കിടക്കുന്ന പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടിനെ പോലെയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആ പൊളിഞ്ഞ വീടാണോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഗൗരവമായി കൊണ്ട് ആലോചിക്കണം, ഗൗരവമായി ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൂട്ടം ആളുകളെ അകറ്റി നിർത്തുമ്പോൾ ആ അകന്നു പോകുന്നവരിലല്ല, അള്ളാന്റെ റസൂൽ ചേർത്ത് പിടിക്കുന്ന, പ്രവാചകന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കയറുന്ന സ്വർഗത്തിൽ പ്രവാചകന്റെ പിറകിൽ പ്രവാചകന്റെ കൂടെ കയറാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഹജർ എന്ന പ്രയോഗത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു. ഹജർ എന്ന് പറഞ്ഞാൽ, വെടിയുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ഖുർആനിന്റെ പാരായണം ഉപേക്ഷിക്കുന്നവരാണ്, രണ്ട് ഖുർആനിന്റെ തദബ്ബുർ നടത്താത്തവരാണ്, മൂന്ന് അതിലെ ആ ഖുർആൻ വെച്ച് അമൽ ചെയ്യാത്തവരാണ്, കർമ്മങ്ങൾ ചെയ്യാത്തവരാണ്, നാല് ആ ഖുർആനിലേക്ക് വിധി തേടി പോകാത്തവരാണ്, ഖുർആനിന്റെ വിധി ഉണ്ടായിട്ട് ആ വിധി സ്വീകരിക്കാത്തവരാണ് ഖുർആനിനെ ഹജർ ചെയ്ത ആളുകൾ. അതേപോലെ തന്നെ അഞ്ചാമത്തത് ചികിത്സക്കായി ഖുർആനിനെ ഉപയോഗിക്കാത്തവരാണ്. എന്താ അതിന്റെ അർത്ഥം? എന്താ? ചൂഷണം ചെയ്യണം എന്നല്ല. വിശുദ്ധ ഖുർആൻ ശിഫയാണ്. വിശുദ്ധ ഖുർആൻ ശിഫയാണ്. എന്ത് രോഗത്തിനും ഖുർആനിൽ മരുന്നുണ്ട്. എന്താ മരുന്ന് എന്ന് പറഞ്ഞാൽ അത് ഊതി കുടിക്കലല്ല, വിശുദ്ധ ഖുർആന്റെ പാരായണമാണ്, റുഖിയയാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ മന്ത്രമാണ്, ഇസ്ലാമിക മന്ത്രം. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. സൂറത്തു മുഅവ്വിദാത്ത്, സൂറത്തു നാസ്, ഫലക്, ഇഖ്ലാസ്, ആയത്തുൽ കുർസി, സൂറത്തുൽ ഫാത്തിഹ, ഇതൊക്കെ മന്ത്രിക്കാനുള്ള സൂറത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്തരം സൂറത്തുകൾ ഓതി നമ്മുടെ ശരീരത്തിൽ തടവുക എന്നുള്ളത് രോഗശമനത്തിനുള്ള വഴിയാണ്. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഏത് മരുന്ന് കുടിച്ചാലും ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഖുർആൻ കൊണ്ട് ചികിത്സിച്ചാൽ സൈഡ് എഫക്റ്റ് ഇല്ല. അതിനൊരു മൂല്യർ ആവശ്യമില്ല, മുസ്ലിയാർ ആവശ്യമില്ല, ആരും ആവശ്യമില്ല. ഖുർആൻ നന്നായിട്ട് ഓതാൻ അറിയോ, നമുക്ക് സ്വയം ചികിത്സിക്കാം. ഏറ്റവും നല്ല രീതി അത് തന്നെയാണ്. വേറെ ആളുകളെ വിളിക്കലല്ല, നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. അതാണ് ഖുർആനിനെ അവഗണിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആത്മീയവും മാനസികവുമായ രോഗങ്ങൾക്ക് ഖുർആൻ ശിഫയാണ് എന്ന് അല്ലാഹു പഠിപ്പിച്ചു. ആ വഴി സ്വീകരിക്കാത്ത ആളുകൾ ഖുർആനിനെ അവഗണിക്കുന്ന ആളുകളാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് പരിഹാരം, ഒറ്റ വഴിയുള്ള പരിഹാരം, ഒന്ന് ദിവസവും ഒരു നിശ്ചിത സമയം ഖുർആൻ ഓതുന്ന ആൾക്കാരാകുക. സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം നടക്കണം. രണ്ട്, വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം എന്ത് ചെയ്യണം? വായിക്കണം. അർത്ഥസഹിതം വായിക്കണം, പരിഭാഷ വായിക്കണം. അല്ലെങ്കിൽ അത്തരം ക്ലാസ്സുകളിൽ എന്ത് ചെയ്യണം? നമ്മൾ പങ്കെടുക്കണം. നമ്മളൊരു തീരുമാനം എടുത്താൽ മതി. ഒരാഴ്ചയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ നാടിൻ്റെ സമീപത്ത് ഒരു ഖുർആൻ ക്ലാസ്സിൽ ഞാനും എൻ്റെ കുടുംബം പങ്കെടുക്കും. നമ്മൾ കുടുംബസമേതം ഒരു മണിക്കൂർ സമയം അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനും ഹദീസൊക്കെ കേൾക്കാൻ വേണ്ടി മാറ്റിവെച്ചാൽ തന്നെ നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനും വല്ലാത്തൊരു ആശ്വാസം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ റമദാൻ എന്ന് പറഞ്ഞാൽ സ്വതക്കയുടെ മാസമാണ്, സമ്പത്ത് വിനിയോഗിക്കേണ്ട മാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ സമ്പത്ത് നൽകിയ മാസമാണ്. നമ്മുടെ കയ്യിൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മുടെ സ്വതക്കയിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ പരിഗണിക്കേണ്ട ഒന്ന് നമ്മുടെ പള്ളിയാണ്.
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പള്ളിയിൽ ആദ്യത്തെ റമദാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്പത്ത് ആവശ്യമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന്റെ സംഘാടകർ പുറത്തുണ്ടാകും. അവിടെ QR കോഡ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ വാചകം ഒന്നും കൂടി ആവർത്തിക്കണം. നമ്മുടെ പോക്കറ്റിന് തന്നെ പ്രയാസം തോന്നുന്ന ഒരു സംഖ്യ അള്ളാന്റെ മാർഗത്തിൽ എന്ത് ചെയ്യുക, നമ്മുടെ പള്ളിക്ക് വേണ്ടി മാറ്റിവെക്കുക. ആരെയും ബോധ്യപ്പെടുത്താനില്ല, നാളെ പരലോകത്ത് നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി. വരാൻ പോകുന്ന ഒരു വർഷം, അടുത്ത റമദാൻ വരെ ഈ റമദാനിലെ നമ്മുടെ കളക്ഷൻ കൊണ്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഏകദേശം 90,000 രൂപ ഇവിടുത്തെ കറണ്ട് ബില്ല്, നമ്മുടെ AC വർക്ക് ചെയ്യുന്നത്, മറ്റുള്ള സംവിധാനങ്ങൾ, വലിയൊരു സാമ്പത്തിക ബാധ്യത ഇതിന്റെ പിന്നിൽ നേതൃത്വം നൽകുന്ന ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണം ആ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഈ പള്ളിയുടെ തൊട്ട് സമീപത്തുള്ള നമാസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ അടുത്ത 5-ാം തീയതി, മാർച്ച് 5-ാം തീയതി വ്യാഴാഴ്ച 2:30 മുതൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ പങ്കെടുക്കുന്ന നമ്മുടെ വടക്കേക്കാട് സഹോദരങ്ങളുടെ നേതൃത്വം നടക്കുന്ന ഒരു ഹിഫ്ള് സ്ഥാപനത്തിന്റെ പ്രഖ്യാപന സമ്മേളനം നടക്കുകയാണ്. അവിടെ ഹിഫ്ള് സ്ഥാപനം ആരംഭിക്കാൻ പോകണം. നമ്മുടെ കുട്ടികൾ ഖുർആൻ പഠിക്കുന്ന ആളുകളായി മാറാനുള്ള ഒരു അവസരമാണ്, അവർക്ക് അതിനുള്ളൊരു ചാൻസ് ആണ്. അതിന്റെ പ്രഖ്യാപനം നമ്മുടെ നാടിന്റെ സമീപത്താണ്, നമ്മുടെ പള്ളിയുടെ സമീപത്താണ്. സാധിക്കുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള പ്രമുഖരായ പണ്ഡിതന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇഫ്താറോടുകൂടെ ആ പ്രോഗ്രാം അവസാനിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. എല്ലാ ശനിയും ഞായറും നമ്മുടെ പള്ളിയിൽ ക്ലാസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഈ വരുന്ന ശനിയാഴ്ച, നാളെ ബഹുമാന്യനായ ശുറൈഹ് സലഫി, അദ്ദേഹം ഡോക്ടറാണ്, പ്രമുഖനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞായറാഴ്ച ദിവസം ബഹുമാന്യനായ ഫദലുൽ ഹഖ് ഉമരി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ട്. 2 ക്ലാസ്സുകളിലും സാധിക്കുന്ന എല്ലാ ആളുകളും പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ ധന്യമാക്കുന്ന, റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുണ്ട്, അല്ലാഹു അവർക്ക് സ്വാലിഹുകളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന, വേദനിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്, അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലുകളിൽ കഴിയുന്ന നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിൽ മുസ്ലിങ്ങളായ ആളുകൾ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.